വെൽക്കം ടു നീംസ് ക്യൂട്ടി ക്രോഷ്യ. ഇന്ന് നമുക്ക് കുറച്ച് ഹൂക്സും എക്സസറീസും പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു നീഡിൽസിൻ്റെ ക്രോഷ്യ ഹൂക്സിൻ്റെ സെറ്റും പിന്നെ ഒരു ബോക്സിൽ കുറച്ച് എക്സസറീസും അങ്ങനെയായിട്ട് ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഹൂക്സ് 2mm മുതൽ 6mm വരെയുള്ള ക്രോഷ്യ ഹൂക്സ് ഉണ്ട്. ഇത് 6mm ഒരു ക്രോഷ്യ ഹൂക്ക്, ഒരു യാൺ ഹോൾഡർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് 6mm ക്രോഷ്യ ഹൂക്ക്. പിന്നെ ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്ത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2014 ആ ഒരു സമയത്താണ് ഇത് ഫസ്റ്റ് എർഗണോമിക് ഹൂക്സ് യൂസ് ചെയ്തത്. ഇത് പോണീൻ്റെ ക്രോഷ്യ ഹൂക്സാണ്. ഇത് നമ്മളെ സ്റ്റീൽ ഹൂക്സ് വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ബിഗിനേഴ്സിന് കുറച്ചുകൂടെ നല്ലതാണ്. അധികം അങ്ങനെ സ്ലിപ്പായി പോകില്ല. അപ്പോൾ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പോണി ക്രാഫ്റ്റിൻ്റെ എർഗണോമിക് ഹൂക്സാണ്. ഇത് ഐറിഷ് ക്രോഷ്യ ഒക്കെ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ 1.25mm ക്രോഷ്യ ഹൂക്കാണ്. ഇപ്പോൾ അവൈലബിൾ ആണോ എന്നറിയില്ല, അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ്. ഈ ടൈപ്പ് ഹൂക്സാണ് ബിഗിനിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈവേദനയൊക്കെ, ക്രോഷ്യ കൊണ്ടുള്ള ചെറിയ പെയിനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എർഗണോമിക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ 6mm മേലെയുള്ള ക്രോഷ്യ ഹൂക്സ് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ യൂസ് ചെയ്യാം സെപ്പറേറ്റ്. അതാകുമ്പോൾ കുറച്ചുകൂടെ തിക്കായിരിക്കും. ഈ പറയുന്ന പെയിന് അത്രയും ഉണ്ടാവില്ല. ഇതിപ്പോൾ റെഡ് കളറ് 8mm ക്രോഷ്യ ഹൂക്കാണ്. ഇതൊക്കെ ചെറിയ സൈസ് നീഡിൽസാണ്. ഒരു 0.6mm മുതൽ 1.75mm വരെയുള്ള ക്രോഷ്യ ഹൂക്സ് ഉണ്ട്. അപ്പോൾ ഇത് ചെറിയ സൈസിന് കോട്ടൺ യാൺസിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ലേസ് ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ. ഇത് ഞാനിപ്പോൾ അടുത്ത് പോണ്ടിച്ചേരി പോയപ്പോൾ ഇവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. 2.25mm ക്രോഷ്യ ഹൂക്ക്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, നോക്കണം. ഇത് ആദ്യം പറഞ്ഞ കിറ്റ് പറഞ്ഞല്ലോ, ബോക്സ്, ആ ബോക്സിലുള്ള ഇതൊക്കെ മെറ്റീരിയൽസ് ആണ്. ഇത് കേബിൾ നീഡിൽസ്, അത് നിറ്റിങ്ങിനുള്ളതാണ്, നമുക്ക് ക്രോഷ്യക്ക് ആവശ്യമില്ല. ഇതൊക്കെ ടേപ്പിസ്ട്രി നീഡിൽ, ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ടെയിൽസ് എല്ലാം തുന്നി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ടേപ്പിസ്ട്രി നീഡിലാണ്. പിന്നെ കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ട് ഇതിൽ. സ്റ്റിച്ച് മാർക്കേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഇത് ഒന്ന് നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതും, പിന്നെ ഒന്ന് ഈസി പെട്ടെന്ന് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ, അങ്ങനെ 2 ടൈപ്പ് ഇതുണ്ട്, സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ട്. സോ ഇതാണ് 2 ടൈപ്പ് സ്റ്റിച്ച് മാർക്കേഴ്സ്. അത് നമ്മൾ ബിഗിനിങ് എവിടെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടെ മാർക്ക് ചെയ്തത്. ഇത് വേറൊരു ടൈപ്പ് നീഡിലാണ്, അത് കുറച്ചുകൂടെ ഈസിയാണ് ചെയ്യാൻ. പിന്നെ ഇത് സ്റ്റിച്ച് കൗണ്ടേഴ്സ്. ഇപ്പം നമ്മൾ ഏത് റോ ആണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു റോ ചെയ്താൽ അത് ഇങ്ങനെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അമിഗ്രോമിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറേ സിമിലർ റോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ടൈപ്പ് ഹൂക്കിന് പറ്റിയ ഒന്നുണ്ട്. പിന്നെ വേറൊന്ന് കുറച്ചുകൂടെ വലിയ സൈസ് ഹൂക്കിന് ഇട്ട് വെക്കാൻ പറ്റുന്നത് പോലെ. ഇത് ഇട്ടിട്ട് ചെയ്യൽ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് വെച്ചിട്ട് ഇതുപോലെ കൗണ്ട് ചെയ്യാൻ വെക്കാം. ഓക്കെ. പിന്നെ ഇഞ്ച് ടേപ്പ്, ഇപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതും ആ ബോക്സിലുണ്ടായിരുന്നത് യാൺ കട്ടർ, സിസേഴ്സ്. കുഴപ്പമില്ല, നല്ല സിസേഴ്സാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഗേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലാണ്. ഇപ്പോൾ ഒരു
ടൈപ്പ് യാണിന് നമ്മൾ ഏത് സൈസ് നീഡിൽ യൂസ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തിക്നെസ് ഈ ഹോൾസ് കാണുന്നുണ്ടല്ലോ അതിൽ കൂടെ യാൺ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഇൻസേർട്ട് ചെയ്തിട്ടാകുമ്പോൾ ഉണ്ട് സൈഡ്സിൽ അങ്ങനെ ഗ്യാപ്പില്ലാത്ത പോലെ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോന്നിലും ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സൈഡ്സിൽ നോക്കുക. സൈഡ്സിൽ അധികം ഗ്യാപ്പില്ലാത്ത പോലെ ഉണ്ടാവും. അവിടെ ഒരുപാട് ഗ്യാപ്പില്ല അവിടെ. അപ്പോൾ ഇതിൻ്റെ ഈ യാണിൻ്റെ സൈസ് നീഡിൽ സൈസ് 2.5 mm. അപ്പോൾ അങ്ങനെ നമുക്ക് ഹൂക്ക് സൈസ് ഏതാണെന്ന് മനസ്സിലാക്കാം. ഇത് പിന്നെ ഡാൺ നീഡിൽസ് കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഓക്കെ, ഇത് നീഡിൽ ത്രെഡർ. പെട്ടെന്ന് ത്രെഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇതുപോലത്തെ നീഡിൽ ത്രെഡേഴ്സ് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ക്രോഷ്യ ത്രെഡിലാകുമ്പോൾ ഇങ്ങനെ അറ്റം ഇങ്ങനെ പിളർന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കോർക്കുമ്പോൾ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ ഈ നീഡിൽ ത്രെഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. ഇത് ഈ റിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരേ ടെൻഷനിൽ ഹോൾഡ് ചെയ്യാൻ സഹായിക്കും. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ത്രെഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടെൻഷനിൽ ക്രോഷ്യ ചെയ്യാൻ പറ്റും. സോ യൂസ്ഫുള്ളാണ്. ഇത് യാൺ ഹോൾഡർ നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ റോളായി പോവുമല്ലോ, അങ്ങനെ നിലത്തൊക്കെ റോളാകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ യാൺ ഹോൾഡേഴ്സിൽ വെച്ചിട്ട് നമുക്ക് ക്രോഷ്യ ചെയ്യാം. ഇതൊക്കെ ഞാൻ റീസെൻ്റായിട്ട് ചെയ്ത കുറച്ച് വർക്ക്സാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.